അത് പറിച്ചെടുക്കണ്ട കേട്ടോ. നല്ല അടിപൊളി ചപ്പാത്തി റോളറാണ്. ഒരാളെ അടിച്ചു കൊല്ലാൻ പറ്റുന്ന അത്രയും വെയിറ്റ് ഉണ്ട് എനിക്ക്. നമ്മള് വന്നത് ലൈറ്റാന്ന് എനിക്കറിയില്ല, ഇനി പറയാം. അങ്ങനെ ഞങ്ങൾ ഐക്യെല്ലാം ചുറ്റിക്കറങ്ങി നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ടെക്കീസ് ഓൺ യൂട്യൂബ്. അപ്പൊ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഐക്യയിലാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഐക്യയിൽ വരണം എന്ന്. പക്ഷെ റീമോന് സമയമില്ലാത്ത കാരണം നമ്മൾ ഇതുവരെ വന്നില്ല. ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത്. അപ്പൊ നമുക്ക് നോക്കാം ഐക്യയിൽ എന്തൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അകത്ത് കയറി. ഈ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫുൾ പാർക്കിംഗ് ഏരിയ ആണ്. നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. മാളു അത് നല്ല ആവേശത്തിൽ ഓടിക്കയറി പോകുന്നുണ്ട്. എന്തിനാണ് അപ്പോൾ ഇത്ര ആവേശവും? മാളു പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ വെറും പാർക്കിംഗ് മാത്രമാണ്. അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ വന്നത് സൺഡേ ആയിട്ടും നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്ക് ഇങ്ങനെ ഒരു കണ്ണാടി വെള്ളം വരുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടതെന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും. മാളു ഒരു സോഫയിലേക്ക് ഇരുന്ന് തൊള്ളുകയാണ്, സോഫ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ടവലിന്റെ സെക്ഷനാണ്. കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ അടക്കമുണ്ട് ഇവിടെ. മാളുവിന്റെ അവിടുന്ന് ഒരു ടെഡി, കടുവ, പുലി, എന്തോ സാധനം. അപ്പൊ ഇതൊരു ബൗളാണ്. 6 പാക്ക് ബൗളിന് 99 rupees ഇവിടെ ഉള്ളത്. എന്തോ ഓഫർ ആണെന്ന് അറിയില്ല. ബൗള് മാത്രല്ല, അതും പ്ലേറ്റിന്റെ സെറ്റും ഉണ്ട്. അതും 6 പാക്ക് 99 rupees. അത് പറിച്ചെടുക്കണ്ട കേട്ടോ. ടിഫിൻ ബോക്സ് ആണ് കിഡ്സിന് വേണ്ടിട്ടുള്ള. നോക്കി നോക്ക്, എന്നാ എഴുതിയിട്ടുണ്ടാവല്ലോ. ബോക്സ് ആണ് എല്ലാം. ഇത് വേസ്റ്റ് ഇതിടുന്നതാണ്. തുണിയെല്ലാം ഇടാൻ പറ്റിയത്. ഇവിടെ ഫുൾ കിഡ്സ് ഐറ്റംസ് ആണുള്ളത്. ഇപ്പൊ കിഡിന്റെ ബെഡ്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ബെഡ്, കംപ്ലീറ്റ് സെറ്റ്, വാർഡ്രോബ്, കാര്യങ്ങൾ, അലമാര, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പുറത്ത് ഒരു സ്റ്റഡി ടേബിൾ ഇതാ. ഓക്കെ, ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളെ കളിയാണ് കളിക്കുന്നത്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി വരുന്നത്. അവസാനം പുറമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വേദനയാണെന്നൊന്നും പറയുമെന്ന് അറിയില്ല. ഇപ്പം നല്ല ആവേശത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ഐറ്റംസിനും ഇൻഡിവിജ്വൽ പ്രൈസ് ടാഗ് ഉണ്ട്. അപ്പോൾ ഒരു റൂമിൻ്റെ രീതിയിൽ അവർ സെറ്റ് ചെയ്താൽ എല്ലാത്തിനും ഇൻഡിവിജ്വൽ പ്രൈസ് ഇട്ടിട്ടുണ്ട്. മേക്കപ്പ് എല്ലാം ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇവിടെ മേക്കപ്പ് സാധനങ്ങൾ, ഒരു റെസ്റ്റോറന്റ് ടൈപ്പ് സെറ്റപ്പ് എല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല. അപ്പൊ ഇതാണ് ലിവിംഗ് റൂം. ലിവിംഗ് റൂം പോലെ ഇല്ല അല്ലേ? ചെറിയ രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. TV, ടേബിള്, കിച്ചൺ ഏരിയ ഉണ്ട്. ഈ ഒരു സ്പേസിൽ തന്നെ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇൻക്ലൂഡിങ് ഫ്രിഡ്ജ് അടക്കം. ഒരു ചെറിയ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. ഫ്രിഡ്ജ് അടക്കം, ഇൻഡക്ഷൻ, മിക്സി, ഷെൽഫ്, പിന്നെ ഇത് വാഷിന്റെ സെറ്റപ്പ്, ഓവൻ ഉണ്ട്. അതിന്റെ ഓവൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ബാത്റൂം സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ചെറിയ സ്പേസിൽ നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാ സെറ്റപ്പും, കുളിക്കേണ്ട ഷവർ, കാര്യങ്ങള്, അതുപോലെ തന്നെ ടോയ്ലറ്റ് അവർ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് ഫോർ ഡിസ്പ്ലേ ഓൺലി. പിന്നെ നമ്മള് ഇതിന്റെ സൈഡിൽ തന്നെ ഇവരൊരു ഡ്രസ്സിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു റൂമായിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒരു മിററും പിന്നെ ആവശ്യമുള്ള സാധനമൊക്കെ വെക്കാം. മേക്കപ്പ് ചെയ്യുന്ന ഗേൾസിനൊക്കെ ശരിക്കും അതിന് മുന്നിൽ ചെയ്യാം. അങ്ങനെയുള്ളൊരു ചെറിയൊരു സെറ്റപ്പ്. ഒരു ബാത്റൂം സെറ്റപ്പ് ആണ് അല്ലേ? നല്ലുണ്ട്. ഇത് വേറൊരു ഡിസൈനാണ്. അതായത് ഒരു കംപ്ലീറ്റ് ബാത്റൂം ഇവരുടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലെങ്ങനെ ഒരു ബാത്റൂം സെറ്റപ്പ് ചെയ്യാന്നുള്ള ഓരോ ഇൻഡിവിജ്വൽ പ്രൈസ് ടാഗ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്.
ഇതിനെല്ലാത്തിനും ജസ്റ്റ് ₹299 ആണ്. എത്ര മോളു? 299. ഇതുണ്ടാ മറ്റേ എന്താ പറയാ, അമ്മിയാ, കുഞ്ഞമ്മി. അടിപൊളി ചപ്പാത്തി റോളറാണ്. ഒരാളെ അടിച്ചു കൊല്ലാൻ പറ്റുന്ന അത്രയും വെയിറ്റ് ഉണ്ട് എനിക്ക്. അത് നല്ല സെപ്പറേറ്റ് കണ്ടോ, ഇത് മാത്രം സെപ്പറേറ്റ് റോൾ ആവുന്ന ടൈപ്പാണ്. കൊള്ളാം. നല്ല അടിപൊളി സാധനം കേട്ടോ. റേറ്റ് എത്ര? 599, ഏകദേശം 600 rupees വരുന്നുണ്ട്. 399. അതൊരു വേറെ ടൈപ്പാണെന്ന് അറിയില്ല. എന്തായാലും സാധനം കൊള്ളാല്ലേ? സാധനം കൊള്ളാം, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാ ഇങ്ങനെ കൊറേ സാധനങ്ങളുണ്ട്. ഇവിടെ വന്ന ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഇതാ ഈ സാധനം അറിയാം എനിക്ക്, അരിപ്പ. പണ്ടൊക്കെ പുറ്റോടെയൊക്കെ എല്ലാവരും ഇതിലാണ് അരിച്ചുകൊണ്ടുവന്നത്. കട്ടിംഗ് ബോർഡുള്ള ഒരു കമ്പനിയെ ശേഖരം തന്നെയുണ്ട്. ഇത് കുറെ വെറൈറ്റി ഓഫ് കട്ടിംഗ് ബോർഡ്. നല്ല അടിപൊളി കേട്ടാ. ഇങ്ങനെയുള്ള ഇത്രയും കട്ടിംഗ് ബോർഡ് വെറൈറ്റി എവിടെയും കണ്ടിട്ടില്ല. എല്ലാ സൈസിലുള്ളത് നമ്മള് ഞാൻ ഇവിടെ വെച്ചിട്ടാ കാണുന്നത്. വുഡിന്റെ ഒരു ബൗളോ എന്താ പറയാ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. വുഡിനെ കൊണ്ട് ഉണ്ടാക്കിയത്. എവിടെയും ഞാൻ കണ്ടിട്ടില്ല. വീഡിയോയിൽ കാണുമെന്നല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ചെറിയ സൈസ് കൊണ്ട് അതിന്റെ പല വെറൈറ്റിയും കാണുന്നുണ്ട് ഇവിടെ. കൊള്ളാം. കുഞ്ഞി. അടുത്ത നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാസിൻ്റെ സെക്ഷനിലാണ്. നല്ല വെറൈറ്റി ഉള്ള കിഡിലൻ ഗ്ലാസ്സുകളുണ്ട്. മെയിൻലി വൈൻ ഗ്ലാസ്സസ് ഒക്കെയാണ്. എല്ലാത്തിനും 50% ഓഫ് ഉണ്ട്. അപ്പം നല്ല അടിപൊളി ഗ്ലാസ്സിൽ വൈൻ കുടിക്കാൻ താല്പര്യമുള്ളവരെല്ലാം വന്ന് വാങ്ങിക്കോ. എന്തായാലും ഓഫർ ഉണ്ട് ഇപ്പോൾ 50%. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലെത്തി. ഇവിടെ ഫുള്ള് കർട്ടനും പില്ലോസ് അതൊക്കെ സാധനമാണ്. ബെഡ്ഷീറ്റ് ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റ്. കാണുന്ന എല്ലാ മാറ്റും തൊട്ട് നോക്കുന്നുണ്ട്. സോഫ്റ്റ് ആണെന്നോ നോക്കുന്നുണ്ട്, നല്ല ക്ലോത്ത് ആണെന്നോ നോക്കുന്നുണ്ട്. എന്തായാലും ഒരു മാറ്റ് പോലും ഇവിടുന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ മാറ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്നെ കാണുന്നില്ല, ഇതാ ഒരു മാറ്റ് വിടാണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ്. അടുത്ത നമ്മൾ എത്തിയിട്ടുള്ളത് ഫുൾ ലൈറ്റ് സെക്ഷനിലാണ്. ഹൈ റോക്കറ്റ് പോലത്തെ ലൈറ്റ് എല്ലാം. ജസ്റ്റ് 1990. അടുത്ത പെൻസിൽ ലൈറ്റ്. അല്ല, മാളു ഇപ്പം പറഞ്ഞ ലൈറ്റിൻ്റെ വില എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? 1990 ആണ് റേറ്റ്. 1990. ഓക്കെ, അതാരും ശ്രദ്ധിക്കാണ്ട് പോകണ്ട കേട്ടാ ലൈറ്റ് വാങ്ങാൻ വരുമ്പോൾ. ക്യൂട്ട് ആയിട്ടുള്ള ലൈറ്റ്സ് എല്ലാം ഉണ്ട്. നോക്കാം, ഇങ്ങോട്ടേക്ക് ബട്ടർഫ്ലൈ, ഹാർട്ട് ഷേപ്പ്, ഫ്ലവർ, ലീഫ്, നല്ല രസമുണ്ട് കാണാൻ. റേറ്റ് വരുന്നതിന് 1990. ഇതിന് 1290. എല്ലാ സെക്ഷന്റെയും കുറെ വെറൈറ്റി ഉണ്ട്. അടുത്ത നമ്മള് പണ്ട് കാലത്തെ എന്നാണ് അതിന് പറയാ, പണ്ട് കാലത്ത് കാണുന്ന പണ്ട് കാലത്ത്. പക്ഷെ ആക്ച്വലി ഇതല്ല, പക്ഷെ അതിന്റെ ലുക്കിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് അല്ലേ? പിന്നെ ബൗളില് ലൈറ്റ് നല്ല ഉണ്ടല്ലേ. ക്ലോത്തിനെ കൊണ്ടുള്ള ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് നോക്ക്, ഫ്രെയിം ക്ലോത്താണ്. ക്ലോത്ത് ഒരു ക്ലോത്ത് പറ്റിയില്ലേ? ഇതും കൊള്ളാം അല്ലേ? ഇതൊക്കെ പല സ്ഥലത്ത് നമ്മള് കണ്ടിട്ടുണ്ട്. പേപ്പറും അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റ്സ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ലൈറ്റ്സ്. പക്ഷെ ചില ലൈറ്റ്സിന് അതിൻ്റെതായ ഓഫറുകളും ഉണ്ട്. ഇത് 2090. നല്ല വെറൈറ്റി ലൈറ്റ്. നമ്മള് വന്നത് ലൈറ്റ് ലൈറ്റാന്ന് നമുക്കറിയില്ല, ഇനി പറയണം. എന്തോ ഒരു 3 ആംഡ് ലാമ്പ്. നല്ല പൈസയുണ്ട്. 7 ആംഡ് ലൈറ്റ്. അതിനെത്രയാ? ആഹാ, ഇത് 3 ആംഡ് ലൈറ്റ്. നല്ല റേറ്റ് ആണ്. പക്ഷെ നമ്മള് ലൈറ്റ്സ് കഴിഞ്ഞ അടുത്തൊരു സെക്ഷനിലെത്തി. ഇത് ഫുള്ള് ഫ്രെയിംസ് ആണ്. ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. പല സൈസിലുള്ള ഫ്രെയിംസ് ഉണ്ട്, പല ടൈപ്പിലുള്ളതുണ്ട്. പല സൈസും പല ഷേപ്പും പല ടൈപ്പിലുള്ളത് നല്ല ഉണ്ട്.
ശരിക്കും ഇവിടെ വന്നിട്ട് പോവാൻ തോന്നില്ല, കൊറേ സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട്. എന്നറിയുമോ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു കളക്ഷൻ ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതിവിടെ മാത്രമേ കണ്ടു. കാരണം അത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻ ഇവിടെയുണ്ട്. കാരണം പലതും നമുക്ക് ഡൗട്ട് തന്നെ തോന്നി, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണോ എന്ന് തന്നെ. അത് ഇതിന്റെ 3 സൈസ്. ഇത് ഫുൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ ആണ്. നല്ല ഉണ്ട് കേട്ടോ. കുറെ വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ശരിക്കും ഇത്ര ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ കിട്ടുന്നുള്ളത് ഇപ്പൊ ഇവിടെ വന്നേരാന്ന് മനസ്സിലായത്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എല്ലാം കാണാൻ. പെട്ടെന്നൊന്നും കണ്ടാൽ എന്തായാലും പറയൂല. ഒറിജിനൽ ഒറിജിനൽ പോലെ തന്നെ ശരിക്കും കാണുമ്പോൾ. ഇതന്നെ നമ്മൾ ഏതെല്ലോ സിനിമേന്റെ വീഡിയോയിലൊന്നും കാണുന്ന പോലത്തെ മൂവിയിൽ കണ്ടിട്ടുണ്ട്. ആ മമ്മൂട്ടിന്റെ പടാന്ന് ഇപ്പൊ ലാസ്റ്റ് ഏതോ വന്നത്. ഏത്? റോഷാക്ക? അല്ലല്ല, ജയറാമുള്ള മറ്റേത് ഓസ്ലർ. അതൊരു പ്ലാന്റ് ആണോ എന്നൊരു സംശയം. ആ അതേപോലെ ഇത് നോക്ക്, തെങ്ങാ. എന്നാ ഇത് തെങ്ങാ? തെങ്ങെന്ന് എങ്ങനെയാ? വെയിറ്റുണ്ട്. പക്ഷെ ശരിക്കെല്ലാം കാണുമ്പോ റിയൽ പ്ലാന്റ് പോലെ. ഏകദേശം പ്ലാന്റ്സിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇവിടെ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിന് ആവശ്യമായ ബൗൾസ് അങ്ങനത്തെയൊക്കെയാണ് അടുത്ത സെക്ഷനിലുള്ളത്. ഇതെങ്കിലും ഒന്ന് വാങ്ങിച്ചറിയുമോ? അടുത്തത് ഫർണിച്ചർ സെക്ഷൻസ് ആണ്. ഫർണിച്ചറില്ല, ചെറിയൊരു ഫർണിച്ചറിന്റെ സെക്ഷനാണ് ഇപ്പം കാണുന്നത്. ഫർണിച്ചർ മാത്രമല്ല, പല വെറൈറ്റി ചെയർസ് ഇവിടെ ഉണ്ട്. ഒന്ന് ഇരുന്ന് നോക്കിയാലോ? നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ടില്ല. ഇതിലത്ര സുഖം പോരാ. നമുക്ക് കുഷൻ ഇല്ലതിൽ എങ്ങനെയുണ്ട്? ബാർബിക്യൂ ഗ്രില്ലിംഗ്. ഇതിന്റെ റേറ്റ് നോക്ക്. ഇതെന്തെന്നാണ് അറിയുമ്പോ ഗോഡൌൺ ആണ്. അടുത്ത നമ്മളൊരു ഗോഡൌണിലേക്കാണ്. ഇതിപ്പോ എന്നാ ഫർണിച്ചർ ഏരിയ അല്ലേ? ഫർണിച്ചർ ഏരിയ തോന്നുന്നു. നോക്ക്, ഒരു ഫാക്ടറിയിൽ വന്ന ഫീല്. അങ്ങനെ എല്ലാ ചെയറും നിർത്തി വെച്ചിട്ടുണ്ട്. മേലെ ചെയർസിന്റെ ഒരു കളക്ഷൻ നിങ്ങൾ നോക്ക്, എത്ര ഹൈറ്റിൽ വരെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. റീസണബിൾ പ്രൈസ് തന്നെ അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ട ഒരു ചെയറിന്റെ റേറ്റ് എനിക്ക് കാണിച്ചു തരാം. റീസണബിൾ ആയിട്ട് പ്രൈസ് ആണ് ചെയറിന് ഇപ്പൊ കാണിക്കുന്നത്. 50 റുപ്പീസ് ഈ ചെയറിന്റെ പ്രൈസ്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ ചെയറിന്? ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ചെയറിന്. വേറെ ഉണ്ട് കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ശരിക്കും മൈക്കയില് വന്നാ ഇപ്പൊ തീരുന്നില്ല. ടേബിൾ ഇവിടെ ഉണ്ട്. എത്രയാണ് റേറ്റ്? 2990. ഇവിടെയുള്ള ഫുഡ് കോർട്ടാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഐക്യന്റെ ഫുഡ് കോർട്ട്. നമ്മൾ നേരത്തെ വരാന്ന് വെച്ചാൽ പക്ഷെ ഭയങ്കര തിരക്ക്. പക്ഷെ ഇപ്പൊ നല്ല തിരക്കുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 3 മണിയായി. എന്നിട്ട് ഒരു വ്യത്യാസമില്ല, നല്ല തിരക്കാണ്. എല്ലാം ഇവിടെ സെൽഫ് സർവീസ് ആണ്. നമുക്ക് അങ്ങനത്തെ ഒരു ട്രോളിയിലാണ് നമുക്ക് എല്ലാ സാധനവും വേണ്ടത്. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ എടുക്കുക, ഇത് അവസാനം പോയിട്ട് ബില്ല് ചെയ്യാം. പക്ഷെ നല്ല തിരക്ക്, നല്ല ക്യൂ ഉണ്ട്. എല്ലാം റീസണബിൾ പ്രൈസ് തന്നെയാണ്.
ഒരു ഓവർ പ്രൈസ് ഒന്നുമല്ല അല്ലേ? പക്ഷെ ഇവിടുത്തെ മെയിൻ കാര്യം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം കുറെ സമയം ഫുഡിന് വേണ്ടിയിട്ട്. അപ്പം മാളു ട്രോളി എടുത്തു. നമുക്ക് ഫുഡ് എടുക്കാൻ ആവശ്യമായ ട്രോളിയാണ്. പക്ഷേ ട്രോളി മാത്രമല്ല, ഇനി ഇവിടുന്ന് നമുക്ക് ട്രേയും കൂടി എടുക്കാം. ഒരു 3 ട്രേ മാത്രമേ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയൂ. പക്ഷെ അത്രയും ഫുഡ് വെറൈറ്റി ഇവിടെ ഉള്ളൂ. ആ 3 ട്രേയിൽ കൊള്ളണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയാലും. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ തന്നെ ഉള്ളത് കുറച്ച് പേസ്ട്രീസാണ്. ഒരു 3-4 വെറൈറ്റി പേസ്ട്രീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ചീസ് കേക്ക് എടുത്തു അതിന്. പിന്നെ ഉള്ളത് റോളുണ്ട്, അത് വെജ് റോളും അതുപോലെ തന്നെ ചിക്കൻ റോളായിട്ടുള്ള റോളുണ്ട്, അതുപോലെ തന്നെ വാട്ടറും, പിന്നെ അത്യാവശ്യം കുറച്ച് ജ്യൂസ് ഉണ്ട്. ബോട്ടിലാണ് ജ്യൂസ്, ഒരു 2-3 വെറൈറ്റി അത്രയേ ഉള്ളൂ. അപ്പം ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. സാൽമണിന്റെ കറിയൊക്കെ ഉണ്ട്, സ്പെഷ്യൽ റേറ്റ് ആണ്. എന്താ പറഞ്ഞ ചിക്കൻ റൈസ് വേണ്ടേ? പറ 2 ഓക്കെ 2 അല്ല 2 വരാൻ. അങ്ങനെ 2 പറഞ്ഞിട്ട് നമ്മൾ 3 പൊറോട്ട എടുത്തു. പൊറോട്ട കുറച്ച് ചെറുതാണ്, പക്ഷേ കേരള പൊറോട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കേരള പൊറോട്ടേൻ്റെ ഒരു ലുക്കും ഫീലൊന്നും ഇല്ല, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ അതേ കിട്ടൂ. പിന്നെ ഇവിടെ കിട്ടുന്നത് ഒരു റൈസാണ്. ഈ 2 ഇതേ ഇവിടെ കിട്ടാനുള്ളൂ. മീൻസ് മെയിൻ കോഴ്സായിട്ട് ആ 2 ഐറ്റം ഇവിടെ ഉള്ളൂ. പിന്നെ കുറച്ച് ഇതേപോലെ കുക്കീസ് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും മാളു കുക്കീസിനൊരു വെറൈറ്റി എടുക്കാൻ പോയിട്ടുണ്ട്. മാളു ഇതേതാ മാളു ഐറ്റോ? ചോക്ലേറ്റ് കുക്കീസ്. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് എടുത്ത്. അപ്പോൾ അടുത്ത മാളു ഒരു കപ്പ് കേക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. അതും ഒരു വെറൈറ്റി എടുക്കാമെന്ന് വെച്ച്. കപ്പ് കേക്ക് മാത്രമല്ല, വേറെ എന്തോ 1-2 ഐറ്റംസ് ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ എടുത്തില്ല. നമ്മളൊരു കുക്കീസും അതുപോലെ തന്നെ കപ്പ് കേക്കും മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബില്ലിംഗ് കൗണ്ടറിലെത്തി. ഈ കൗണ്ടറിൻ്റെ അടുത്തും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ജ്യൂസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതല്ലാതെ ഇവിടുന്ന് നമുക്ക് കോഫിയും അതുപോലെ അൺലിമിറ്റഡ് ജ്യൂസും കിട്ടും. അതായത് കോഫി ആണെങ്കിൽ ഒരു 80 റുപ്പീസ്, അതുപോലെ ജ്യൂസ് ആണെങ്കിൽ 80 റുപ്പീസ്. കോഫിക്കൊരു മഗ്ഗും ജ്യൂസിനാണെങ്കിൽ ഒരു ഗ്ലാസും. അത് നമുക്ക് ഇവിടുന്ന് എടുക്കാം ബില്ല് ചെയ്യുന്ന സമയത്ത്. പിന്നെ അപ്പോൾ ആ ഗ്ലാസ് നമുക്ക് റീഫിൽ ചെയ്യാൻ ഫുഡ് കോർട്ടിൻ്റെ ചില ഭാഗത്തായിട്ട് അതുപോലെ കോഫി മെഷീനും ജ്യൂസ് മെഷീനും ഉണ്ട്. ജ്യൂസ് ഒരു 2-3 വെറൈറ്റി അതിലുണ്ട്, 3 അല്ല, ഒരു 4-5 വെറൈറ്റിയോളം ഉണ്ട്. കോഫി അതുപോലെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവിടെ നിന്ന് എടുക്കാം. നമ്മൾ ഒരു ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർ നമ്മളെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തു, ബില്ലടിച്ചു. അപ്പോൾ മാള് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാ സാധനങ്ങളും അവർ വീണ്ടും നോക്കുന്നുണ്ട്. ഈ ട്രയൽ ഇങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും മിസ്സായിനോ എന്നുള്ളത്. പിന്നെ ഈ കൗണ്ടറിൽ തന്നെ നമുക്ക് ആവശ്യമായ സ്പൂൺ അതുപോലെ സോൾട്ട് അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെടുക്കാം. അപ്പോൾ അതും എടുത്ത് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക്. കണ്ട ഇവിടുത്തെ തിരക്ക്. അപ്പം നമ്മളൊരു സ്ഥലം കണ്ടെത്തി അങ്ങനെ ഇരുന്നു സാധനങ്ങൾ എടുക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എന്തൊക്കെയാണെന്ന് മാളു തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയട്ടെ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ചിക്കൻ നഗറ്റ്സ്, റൈസ്, ചിക്കൻ ബോൾസ്, ചിക്കൻ മഖ്നി, പിന്നെ ചിക്കൻ റാപ്പ്, പിന്നെ 3 പൊറോട്ട, പിന്നെ ഡെസേർട്സ് ആയിട്ട് കേക്ക്സ് ആണ്. അപ്പൊ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചിക്കൻ നഗറ്റ്സ്. നല്ല ടേസ്റ്റ്. ഒരു കൊടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം അറിയില്ല. അപ്പൊ ഇതാന്ന് റീമോ റീഫിൽ ചെയ്ത് വന്ന വെള്ളമല്ല, സോറി റാസ്ബെറി. ഓക്കെ റാസ്ബെറി എല്ലാം വേണേ. കുറച്ച് തണുത്ത് പോയി മൊത്തത്തിലൂടെ ഏഷ്യായോണ്ടായിരിക്കും തോന്നുന്നു. അപ്പൊ ഞാനപ്പൊ അടുത്തായി ടേസ്റ്റ് ചെയ്യുന്നത് ചിക്കൻ ബോൾസ് ആണ്. 12 പീസ്. അത് ഇതിന്റെ വെജും ഉണ്ടായിരുന്നു നോൺ വെജ് ഉണ്ടായിരുന്നു. ഞങ്ങള് ചിക്കൻ ആണ് ഒരു സോയാബീനാണ് തിന്നുന്നത്. ചിക്കൻ സ്റ്റഫ്. അപ്പൊ അടുത്ത് നമുക്ക് പൊറോട്ടയും ചിക്കൻ മഖ്നിയും ട്രൈ ചെയ്യാം. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അടുത്തത് റൈസും ചിക്കൻ മഖ്നിയാണ് ട്രൈ ചെയ്യുന്നത്. മാളൂരിന്റെ മുഖം കണ്ടിട്ട് റൈസ് അത്ര പോരാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ഫുഡ് കഴിഞ്ഞ് നമ്മൾ
ഡെസേർട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഫസ്റ്റ് റീമോ ചീസ് കേക്ക്, അടുത്ത കുക്കീസ് നോക്കിയാ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ എക്സിറ്റിൻ്റെ അടുത്തേക്ക് വന്നു, അതായത് ബില്ലിംഗ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ എടുക്കുക. അവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇതുപോലൊരു ചെറിയൊരു ഫുഡ് കോർട്ട്, നല്ലൊരു ഫുഡ് കൗണ്ടേഴ്സും കൂടിയുണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ച് സ്നാക്സും ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ അതും കഴിഞ്ഞ് ഒന്നും വാങ്ങാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. മെട്രോയിൽ വരുന്ന ആൾക്കാർ ഈ വഴിയാണ് വരിക. ഇതാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇതുവഴി ഡയറക്റ്റ് എൻട്രി ആണ്. നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തും മെട്രോയിൽ വന്നാൽ. അപ്പോൾ തിരിച്ചു അതുപോലെ തന്നെ ഇതുവഴി എക്സിറ്റ് ഉണ്ട്. മെട്രോയിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇതുവഴി വേഗം തിരിച്ചു പോവാം. ഗ്രൗണ്ട് ഫ്ലോറിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നതാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. മാള് നല്ല തിരക്കില്ല, എവിടെയാ അപ്പോൾ ഇങ്ങനെ ഓടുന്നതെന്ന് ആയിരിക്കറിയാം.